നിലവിൽ പാറമേക്കാവ് ദേവസ്വമാണ് ഇന്നലത്തെ പറഞ്ഞ നിലപാടിന് ഒരു പടി കൂടി കടന്ന് ഇത്തരത്തിൽ പൂരം വെടിക്കെട്ടടക്കം വേണം എന്നൊരാവശ്യം, അതായത് സാമ്പിൾ വെടിക്കെട്ട് ഒഴിവാക്കാം, അതിന് കുഴപ്പമില്ല, പക്ഷേ പൂരം വെടിക്കെട്ടടക്കം വേണം എന്നൊരു നിലപാടിലേക്ക് പാറമേക്കാവ് ദേവസ്വമാണ് പോയത്. അദ്ദേഹം ശ്രീ രാജേഷ് അദ്ദേഹം ആ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു. ഇത് കൂടാതെ അവരുടെ എക്സ്പ്ലോസീവ് ലൈസൻസിനെതിരെ കേസെടുത്ത നടപടിക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. അതായത് വേണമെങ്കിൽ തിരുവമ്പാടിക്ക് പൊട്ടിക്കാനുള്ള പടക്കം അല്ലെങ്കിൽ ഇവിടുത്തെ വെടിക്കെട്ടിന് വേണ്ട സാമഗ്രികൾ തങ്ങൾ നൽകാമെന്നുവരെ കടന്നു പറയുന്ന ഒരു സാഹചര്യം പാറമേക്കാവിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോഴാണ് സംസ്ഥാന സർക്കാർ മന്ത്രിതലത്തിൽ ഒരു കൂടിയാലോചന അല്പസമയം മുൻപ് സ്വകാര്യ ഹോട്ടലിൽ വെച്ച് നടത്തിയത്. അതിൽ മന്ത്രി ആർ ബിന്ദു, കെ രാജൻ, വി എൻ വാസവൻ അടക്കമുള്ള ആളുകളാണ് പങ്കെടുത്തത്. എന്തായാലും ഈ യോഗത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് ഈ ദേവസ്വങ്ങളോടും അതുപോലെ തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികളോടും പറയുക, ഇത്തരം ഒരു വലിയ ദുരന്തം നടന്നിട്ടുണ്ട്. സ്വാഭാവികമായി ആ ദുരന്തം നടന്നതിന്റെ പശ്ചാത്തലത്തിൽ പരമാവധി ആർഭാടങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പൂരം നടത്തുക എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കും. പക്ഷേ ദേവസ്വങ്ങൾ ഈ നിലപാടിൽ ഉറച്ചു നിന്നാൽ ഒരു കടുംപിടുത്തത്തിലേക്ക് പോകേണ്ടതില്ല എന്നും സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും ആ ഒരു നിലപാട് സ്വീകരിക്കുമെന്നാണ്. മന്ത്രിമാർക്ക് അത്തരത്തിലൊരു നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അടക്കം ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, അതുപോലെ തന്നെ ഇവിടുത്തെ നിലവിലെ MLA ശ്രീ ബാലേന്ദ്രൻ അടക്കമുള്ള ആളുകളാണ്, പി ബാലേന്ദ്രൻ അടക്കമുള്ള ആളുകളാണ് ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത്. സുരേഷ് ഗോപി നേരത്തെ തന്നെ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് ആരുടെയെങ്കിലും സ്വാർത്ഥ താല്പര്യത്തിനാണെങ്കിൽ താൻ കൂടെ നിൽക്കില്ല, അല്ലാത്ത പക്ഷം കൃത്യമായ രീതിയിൽ കൂടെ നിൽക്കും. എന്തെങ്കിലും സ്ഥാപിത താല്പര്യങ്ങൾക്ക് ഒരു ഘട്ടത്തിൽ പോലും കൂടെ നിൽക്കാൻ കഴിയില്ല എന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അല്പസമയം മുൻപ് വ്യക്തമാക്കിയത്. എന്തായാലും മന്ത്രി വി എൻ വാസവൻ, അതുകൂടാതെ ആർ ബിന്ദു, കെ രാജൻ, ഇനി ഇത്ര മന്ത്രിമാരാണ് ഇനി വരാനുള്ളത്. ഇവർ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ യോഗം ആരംഭിക്കും. എന്തായാലും തിരുവമ്പാടി അതുപോലെ തന്നെ പാറമേക്കാവ് ദേവസ്വമാണ് കുറച്ചുകൂടി കൂടുതൽ കടുപ്പിച്ച നിലപാട് പറയുന്നത്. അവർക്ക് പൂരം നടത്തിപ്പിൽ ആ ദിവസത്തെ വെടിക്കെട്ട് കൂടി വേണം എന്നൊരു ആവശ്യമാണ് ഉയർത്തുന്നത്. സർക്കാരാണെങ്കിൽ പരമാവധി കുറച്ച് ആർഭാടം കുറച്ച് ഈ ഒരു ദുരന്തത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പരമാവധി ആർഭാടം കുറച്ച് പൂരം നടത്തുക എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കും. പക്ഷേ ഒരു കടുംപിടുത്തത്തിന് അവർ പോകില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പൂരത്തിൻ്റെ ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ, അതുപോലെ തന്നെ സിറ്റി പോലീസ് കമ്മീഷൻ അടക്കമുള്ള ആളുകളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ട് നമുക്ക് ആ ദൃശ്യങ്ങളിൽ മുഴുവൻ ഉദ്യോഗസ്ഥരെയും നമുക്ക് കാണാം. ഒരു വലിയൊരു ഉദ്യോഗസ്ഥരുടെ ഒരു പട തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ യോഗം ആരംഭിക്കും. സംസ്ഥാന സർക്കാരിന്റെ നിലപാട് ഇതായിരിക്കും, പരമാവധി ആർഭാടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വെടിക്കെട്ട് ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു പൂരം. പക്ഷേ അതിനെത്രത്തോളം ദേവസ്വങ്ങൾ വഴങ്ങുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്.